തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ പറയുമ്പോൾ അതെല്ലാം നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം നിങ്ങൾ അച്ഛൻ പറയുമ്പോൾ ഭാഷാപരത്തോടെയും സ്തുതിപ്പോടെയും പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലകളെല്ലാം ദൈവികമായ ശാസന പ്രാർത്ഥന നടത്തിയിട്ട് അതിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കുന്ന വലിയ നിമിഷമാണിത്. ആദ്യം കൈകൾ കൂപ്പി അച്ഛൻ മനസ്സിൽ പറയുന്ന നിങ്ങളോട് പറഞ്ഞു തരുന്ന ഓരോ വിഷയങ്ങളും സമർപ്പിക്കുന്ന കർത്താവ് എന്ന് പറയണം. മക്കളില്ലാത്തതിൻ്റെ പേരിൽ മാനസികമായിട്ട് അകന്നുപോയ ദമ്പതികളെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഡൈവേഴ്സ് പോലും ആവശ്യപ്പെടുന്ന ദമ്പതികളെ, വിവാഹത്തിന് തടസ്സമുള്ളവരെ, ഭവനരഹിതരെ, വീട് സ്ഥലമില്ലാത്തവരെ സമർപ്പിക്കുന്നു കർത്താവേ. സ്ഥലം സംബന്ധമായ കേസിൽ അകപ്പെട്ടവരെ സമർപ്പിക്കുന്നു കർത്താവേ. ഭാഗ ഉടമ്പടി നടക്കാത്തവരെ സമർപ്പിക്കുന്നു കർത്താവേ. ഭാഗ ഉടമ്പടി കേസിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ. അതിർത്തി തർക്കമുള്ളവരെ സമർപ്പിക്കുന്നു കർത്താവേ. മറ്റ് ക്രിമിനൽ കേസിലും ജയിലിലും കിടക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ. കേസിൽ നല്ലൊരു തീരുമാനം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, ടെസ്റ്റ് ഇന്റർവ്യൂവിനെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, പരീക്ഷ എഴുതി കഴിഞ്ഞവരെ, റീവാലുവേഷന് വിട്ടിരിക്കുന്നവരെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, നൈപുണ്യ പരീക്ഷകളൊക്കെ ഒരുങ്ങുന്നവരെ, പലതരത്തിലുള്ള ബന്ധനങ്ങളിലും അകപ്പെട്ടിരിക്കുന്നവരെ, പ്രിയമുള്ളവരെ, വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, വിസ, ടെസ്റ്റ്, ഇന്റർവ്യൂ, PR, എമിഗ്രേഷൻ മുതലായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഉടമ്പടി ചെയ്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ, ഉടമ്പടി ചെയ്യാത്തവരിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ, എൻ്റെ മക്കൾ ഈ നിമിഷം ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് നല്ലവനായ ഈശോ ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സഭയുടെ അധികാരത്തിന് കുരിശിൻ്റെ അടയാളത്തിന് ദൈവത്തിൻ്റെ ശക്തിയില് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിന് സഭയുടെ അധികാരത്തിന് കുരിശിൻ്റെ അടയാളത്തിന് ദൈവശക്തി സമർപ്പിച്ച വിഷയങ്ങളുടെ മേലെ കർത്താവിൻ്റെ കാരുണ്യം ശരിയായിട്ട് അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, അവസാനമായി മൗന പ്രാർത്ഥനയുടെ സമയമാണ്. വിഷയം അച്ഛൻ പറയാം. കൃപാസനത്തിലെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സമയസൂചന നൽകുന്ന അമ്മയാണ്. തീയതിയും സമയവുമൊക്കെ കൃപാസനം പ്രാർത്ഥനയുടെ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കണം. പല കാര്യങ്ങളും നടക്കണം എപ്പോഴാണ്? സമയങ്ങളിലാണ്, അല്ലേ? ഓരോ സമയത്ത്. അപ്പം നിങ്ങൾക്ക് സന്തോഷകരമോ ഉത്കണ്ഠാകരമായ സമയങ്ങളെ ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. സന്തോഷകരമോ ഉത്കണ്ഠാകരമായ സമയങ്ങൾ കുറിക്കപ്പെട്ടിട്ടില്ലേ? ഉദാഹരണത്തിന് സന്തോഷകരമായ സമയം ചിലപ്പോൾ നിൻ്റെ വിവാഹ ഡേറ്റ് ആയിരിക്കും, അല്ലെ മനസ്സമ്മത ഡേറ്റ് ആയിരിക്കും. ആ ഡേറ്റ് ഇപ്പോൾ അമ്മയെ ഏൽപ്പിക്കണം. ആ ഡേറ്റ് സംരക്ഷിക്കപ്പെടണം. ചിലപ്പോൾ നിൻ്റെ സാമ്പത്തികമായ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ചിലപ്പോൾ വല്ല ലോണോ എന്തിൻ്റെ ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വസ്തു വിൽപ്പന ഡേറ്റ് ആയിരിക്കും. അത് നിനക്ക് ഓർക്കാം.
പരിശുദ്ധ അമ്മ വഴി ആ തീയതി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. ആ തീയതി സമർപ്പിക്കണമെന്ന് പറയണം, മനസ്സിൽ പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഇതിൻ്റെ യാത്ര ഡേറ്റ് ആയിരിക്കാം, ജോലി സംബന്ധമായ യാത്രയുണ്ട്, ബിസിനസ് സംബന്ധമായ യാത്രയുണ്ട്, അതിൻ്റെ ഡേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇന്ത്യയുടെ അകത്തായിരിക്കും, ചിലപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലായിരിക്കും, ചിലപ്പോൾ പുറത്തേക്കായിരിക്കും. ആ ഡേറ്റുകൾ ഇപ്പോഴ് അനുസ്മരിച്ച് മാതാവിനെ സമർപ്പിക്കേണ്ടതാണ്. ഡേറ്റ് സമർപ്പിക്കുമ്പോൾ സ്ഥലവും സമർപ്പിക്കണം. കാനായിലെ തന്നെ അത്ഭുതം വേണമെന്ന് സ്ഥലം നിശ്ചയിച്ചത് അമ്മയാണ്. അപ്പം ഡേറ്റ്, സ്ഥലവും ദേശവും കാലവും ഒക്കെ നിശ്ചയിക്കുന്നത് അമ്മയാണ്. ഭൗതികമായ അനുഗ്രഹങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരം, സ്വാധീനിക്കാനുള്ള അധികാരം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് നിനക്ക് സ്ഥലവും സമർപ്പിക്കാം. നീ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, നിനക്ക് പ്രൊമോഷൻ വന്നിട്ട് ട്രാൻസ്ഫർ ആകാനുള്ള സ്ഥലം ഒക്കെ സമർപ്പിക്കാം. നിനക്ക് വീട് വെക്കാനുള്ള സ്ഥലം സമർപ്പിക്കാം. PSC ആണെങ്കിൽ നിനക്ക് പരീക്ഷ എഴുതാനുള്ള സ്ഥലം സമർപ്പിക്കാം, സെൻറ്റർ സമർപ്പിക്കാം, അതിൻ്റെ ഡേറ്റ് സമർപ്പിക്കാം. മത്സര പരീക്ഷ, യോഗ്യതാ പരീക്ഷയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡേറ്റ്, സ്ഥലവും നിനക്ക് സമർപ്പിക്കാം. സെൻറ്ററും ഡേറ്റ് ആൻഡ് സെൻറ്റർ ഇപ്പോൾ സമർപ്പിക്കാം. ഡെലിവറി ആണെങ്കിൽ ഡെലിവറി സമയം സമർപ്പിക്കാം. ഇപ്പോൾ 2 മാസവും 3 മാസവും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഇത്ര മാസം ഇന്ന മാസത്തിൽ വരും ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ നിനക്കറിയാമെങ്കിൽ ആ മാസം നമുക്ക് സമർപ്പിക്കാം. ഡേറ്റ് പിന്നെ കിട്ടത്തേ ഉള്ളായിരിക്കും, പക്ഷെ അതിൻ്റെ ദൈവം നിശ്ചയിക്കുന്ന ഡേറ്റ് കിട്ടാൻ വേണ്ടി നീ പ്രഗ്നൻ്റ് ആണെങ്കിൽ സമർപ്പിക്കാം. അങ്ങനെ വ്യത്യസ്തമായ ഡേറ്റുകളും സമയവും സ്ഥലവും ഇപ്പോഴും സമർപ്പിക്കുക. കൃപാസനത്തിലെ അമ്മ സ്ഥലകാലങ്ങളുടെ മേൽ അധികാരി മാതാവിനെയാണ് ഉടമ്പടി പ്രഘോഷിക്കപ്പെടുന്നത്. അത് നിൻ്റെ ജീവിതത്തിൻ്റെ ഭൗതിക മണ്ഡലങ്ങളെല്ലാം സ്വാധീനിക്കാൻ ശക്തിയുള്ള മറിയത്തിൻ്റെ മാധ്യസ്ഥമാണ്. എനിക്ക് പരിചയമുള്ള എല്ലാ ഡേറ്റുകളും. ചില കടങ്ങൾ ഇന്ന ദിവസം വീട്ടിലെങ്കിൽ ജപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സങ്കടത്തിൻ്റെ ഡേറ്റും ഉണ്ടാകാം, അത് നിനക്ക് സമർപ്പിക്കാം. ചില ഒത്തുതീർപ്പുകൾ, ചർച്ചകൾ, കേസുകൾ നടക്കുന്ന ഡേറ്റ് ഉണ്ട്, അത് നിനക്ക് സമർപ്പിക്കാം. മൗനമായി സമർപ്പിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കൾ മനസ്സിൽ അവരുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ സ്ഥലവും സമയവും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോ. അത് സാക്ഷ്യമാക്കി മാറ്റുവാൻ, മക്കളെ സന്തോഷിപ്പിക്കുവാൻ നീ ആ സ്ഥലകാലങ്ങളുടെ മേൽ നിൻ്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസപ്രമാണം ചൊല്ലിടെ. സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനെ നടർത്താവുമായി ശംശാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ കന്യകാമരത്തെന്ന് പിറന്ന ബന്ധുഷ്പിടാത്തോസിൻ്റെ കാലത്തെ പീഡാൽ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിലിറങ്ങി മരിച്ചവിടെ നിന്ന് 3-4 സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുമായി അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ ഓരോന്നും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പത്തിലും ആയുധത്തിലും വിശ്വസിക്കുന്ന നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, എൻ്റെ ഈശോയെ അവിടുന്ന് എന്നെ തൊട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ശക്തമായി സ്തുതിക്കട്ടെ. നമ്മുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് സ്തുതിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേ. പരിശുദ്ധമായ ഈ പുണ്യഭൂമിയിൽ എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ 2021 മുതൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോവുകയായിരുന്നു. 2023 എൻ്റെ വിഷമം കണ്ട് ഒരു ചേച്ചി ഒരു പത്രം തന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. 2023 അന്നൊക്കെ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത് ചൊറിച്ചിലും പുണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ധ്യാനം എന്നും ഞാൻ ഉടമ്പടി എടുത്തതിന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ചേച്ചി പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ അതിനുശേഷം ഉടമ്പടിയിൽ ഞാൻ വെച്ചു. അങ്ങനെ ജോസഫച്ചൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നും ഞാൻ ആരാധന കേൾക്കുമായിരുന്നു. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫച്ചൻ പറയുന്നു, കരഞ്ഞുകൊണ്ടായിരുന്നു ഞാനത് കൂടുന്നത്. അപ്പം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോൾ ജോസഫച്ചൻ പറയുന്നു, ഒരാളുടെ 2 ഭാഗങ്ങൾ തമ്മിൽ മുട്ടുന്ന ഭാഗം, ഒന്ന് കഷമാകാം അല്ലെങ്കിൽ താടിയാകാം, ആ ഭാഗത്ത് ചൊറിച്ചിലും കൊണ്ട് അവർ ഉറക്കമില്ല. പിന്നെ പുണ്ണുകൾ ആ ഭാഗം കറുത്തിരുണ്ട്, കോശങ്ങൾ ചത്ത ഭാഗമാണ്, കറുത്തിരുണ്ട ഭാഗമാണ് എന്നെല്ലാം അച്ഛൻ പറഞ്ഞു. അതെല്ലാം ഞാൻ ഓർത്തപ്പോൾ എൻ്റെ കഷം ഈ മുട്ടുന്ന ഭാഗമാണ്. കഷത്ത് പുണ്ണുണ്ട്, ചൊറിച്ചിലുണ്ട്, ഉറക്കമില്ല, റേഡിയേഷൻ ചെയ്ത് അവിടെ എല്ലാം കരിഞ്ഞിരിക്കുകയാണ്, കറുത്ത ഭാഗമാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ല, എൻ്റേത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ടായപ്പോൾ എനിക്ക് ആ വന്ന പുണ്ണ് ഒരു നെല്ലിക്ക വലിയ കുരുവിൻ്റെ അത്രയുള്ളൊരു പുണ്ണായിരുന്നു, വലുത്. അത് വയ്യായപ്പോഴത്തേക്കിന് കരിഞ്ഞ് ഒരുപാടങ്ങ് മാറി, കരിഞ്ഞൊന്നുമില്ല, ആ പൊട്ടിയിളകിയിരുന്ന എല്ലാം മാറി കരിഞ്ഞു. എന്നിട്ട് ആ കുരുക്കളെല്ലാം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചതാണ്, എന്നിട്ടൊന്നും മാറിയില്ല, അതെല്ലാം മാറി. അങ്ങനെ എനിക്ക് ആ സൗഖ്യം തന്നു. ജോസഫച്ചൻ അന്നേരം പറഞ്ഞു, ഈ വ്യക്തി വന്ന് അന്നേരം സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വന്നായിരുന്നു. അപ്പം കുറേ കൂടെ ആവട്ടെ എന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുകയാണ്. അങ്ങനെ അതിനെനിക്ക് നന്ദി പറയുന്നു മാതാവിനോട്, ഈശോനോട്. പിന്നെ എനിക്ക് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകളായി ബ്ലഡ് ഇങ്ങനെ കഫം വരുമ്പോൾ ബ്ലഡിൻ്റെ അംശങ്ങൾ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വട്ടം പോയപ്പോൾ ഡോക്ടർ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞ് തൊണ്ട മുറിഞ്ഞതായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് തന്ന് മാറി. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പം വീണ്ടും ബ്ലഡ് ഇങ്ങനെ വന്നു, കട്ടിയായിട്ടിങ്ങനെ വന്നു. അപ്പം ഞാൻ ഭയമില്ല, എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയമില്ല. അതിനു മുമ്പ് ഞാൻ കരയുമായിരുന്നു മാറിയിരുന്ന്. ഇപ്പോൾ എനിക്കൊരു ഭയവും ഇല്ല. അങ്ങനെ ഞാൻ ധൈര്യത്തെ ഇരുന്ന് മാതാവ് എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്, മാതാവിൻ്റെ നേർച്ച വസ്തു ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം തൊണ്ടയിലും തേച്ച് കുരിശ് വരച്ച്, നെറ്റിക്കും തൂത്ത് കുരിശ് വരച്ച്, പിന്നെ ഉപ്പിട്ട് വെള്ളം കുടിച്ചു. അമ്മ എൻ്റെ ഈ ബ്ലഡ് വരുന്നത് അത് മാറ്റിത്തരണമേന്ന് പറഞ്ഞ്, എനിക്ക് ഹോസ്പിറ്റലിൽ ഇനിയും പോകാൻ വയ്യ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ 2.5 വർഷം കൊണ്ടായി. ഇതുവരെ കഫത്തിനകത്തൊരു ബ്ലഡിൻ്റെ മയം പോലും ഇല്ല, നോർമലായിട്ടുള്ള തുപ്പലാണ് വരുന്നത്. പിന്നെ എനിക്ക് കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം എൻ്റെ ഈ രൂപം പോലും ഇതല്ലായിരുന്നു. വയറൊക്കെ വീർത്തൊരു ഒരുപാട് ബോള് പോലുള്ള വയറായിരുന്നു. എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ഒക്കെ തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ വയറൊക്കെ ഇപ്പോൾ ഒരുപാട് ചൊട്ടി. സ്കാൻ വരെ ചെയ്ത് വയറ്റിനകത്ത് എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടി. എന്നിട്ടൊന്നും സ്കാനിങ് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മയുടെ നേർച്ച വസ്തു തൂത്താണ് ആ വയറിൻ്റെ വീർപ്പ് മാറ്റിയത്. പിന്നെ എനിക്ക് വിട്ടുമാറാത്ത പനി ഉണ്ടായിരുന്നു. എനിക്കൊരു മാസ്ക് വെക്കാതെ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ വിശുദ്ധമായ ആ ഉടമ്പടി തൈലം തൂത്തും
ഉപ്പിട്ട് കുളിക്കും, ഉപ്പിട്ട് വെള്ളം കുടിക്കും. അങ്ങനെ എനിക്കിന്ന് 2.5 വർഷമായിട്ട് ഒരു പനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. മറ്റേ എന്നും ഞാൻ പനി വന്ന് മാണ്ട് കിടക്കും, ഓട്ടോ പിടിക്കും, ഇവരെല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോകുമായിരുന്നു ഹോസ്പിറ്റലിൽ. ഇപ്പോൾ എനിക്ക് 2.5 വർഷമായി പനി എന്തുവാണെന്ന് എനിക്കറിയാൻ വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ മകനാണ്, ചേച്ചിയും മകനുമാണ്. അവന് എറണാകുളത്ത് ഒരു നല്ല ജോലി, ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് എന്താണെന്നറിയാൻ വയ്യ, പെട്ടെന്നൊരു ദിവസം അവന് ഊമയായി, മിണ്ടത്തില്ല ആരോടും. അവന് എന്ത് അസുഖമെന്നറിയാൻ വയ്യ, ആരോടും മിണ്ടാതെ വീട്ടിൽ വന്ന് റൂമിലിരിപ്പായിരുന്നു. 6 വർഷമായി അവൻ റൂമിനകത്തിരിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടുകാരനുഭവിച്ചു. അവന് ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഓരോരുത്തർ പറയുന്ന രീതിയിൽ പൂജകളും വഴിപാടുകളും ഒരുപാട് ലക്ഷക്കണക്കിന് പൂജകൾ ചെയ്തു, മാറിയുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മുതൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി, അതൊന്നും മാറിയില്ല. പിന്നെ കുളിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു, അതൊക്കെ ഒരുവിധം മാറ്റം വന്നു. എന്നാലും പുറത്തോട്ട് ഇറങ്ങത്തില്ലായിരുന്നു, ഇരിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ ഇവരെല്ലാം ഭയങ്കര കരച്ചിലും ബഹളവും അവൻ്റെ അവസ്ഥ കണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ മകൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കാം. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്ന് എഴുതിയിട്ടു, പുതുക്കാൻ വന്നപ്പോൾ എഴുതിയിട്ട് നേർച്ച വസ്തു, ഉപ്പ് കൊടുത്തു, തേൻ കൊടുത്തു, കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം എല്ലാം എഴുതി കൊടുത്തു. അതെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ആ മകൻ ഞാൻ ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം 1 മാസത്തിന് മുമ്പ് തന്നെ, ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 1 മാസത്തിന് മുമ്പ് തന്നെ ആ മകൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി, 1000 നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. അത്രമാത്രം കടങ്ങളും ബാധ്യതകളും വിഷമങ്ങളുമായിരുന്നു ആ കുടുംബത്തിന്. ആ മകൻ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ, പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ. എൻ്റെ ഈ രോഗാവസ്ഥയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വചനത്തിലൂടെ ഞാൻ എല്ലാ സമാധാനത്തിൽ, എനിക്കിപ്പോൾ സന്തോഷമാണ്. എനിക്കിപ്പോൾ രോഗത്തിൻ്റെ ഒരു വിഷമവും ഇല്ല. എനിക്കിപ്പോൾ സന്തോഷമാണ്. ഓരോ വചനവും ജോസഫച്ചൻ്റെ ആ ധ്യാനം എന്നെ ഒരുപാട് സന്തോഷമാക്കുക. ഓരോ ദിവസത്തെയും ധ്യാനം കേട്ട് ഞാൻ സന്തോഷവതിയായിരിക്കുകയാണ്. എനിക്കൊരു സങ്കടവും ഇല്ല. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത വേല, ഞാനിവിടെ വരുമ്പോഴെല്ലാം പത്രം വാങ്ങിക്കും. പിന്നെ ഒരു ഉടമ്പടി എടുത്തവരൊക്കെ മുടക്കി ഒരു പത്രം കൊടുക്കാതെ ഓരോ വീടുകളിലുണ്ട്, അവരുടെ എല്ലാം പത്രം മേടിച്ച് ഞാൻ എല്ലായിടവും കൊണ്ട് കൊടുക്കും. ആദ്യം എനിക്ക് 1 മാസം ഭയങ്കര മടിയെല്ലാം നാണക്കേട്, ഹിന്ദുക്കളല്ലയോ വല്ലതും പറയുമോ എന്നൊക്കെ ഒരിതുണ്ടായിരുന്നു. പുതുക്കിയതിന് ശേഷം എനിക്കൊരു മടിയില്ല. ഞാൻ എല്ലാ വീടുകളിലും, വെയിറ്റ് ഷെഡിലും, പിന്നെ കടകളിലും എല്ലാം കൊടുക്കും. ബസ് വിളിച്ച്, ആദ്യമൊക്കെ ഞാൻ വണ്ടി വിളിച്ച് പോവായിരുന്നു. ഇപ്പം ഞാൻ ചെക്കപ്പിനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെ കീമോ ചെയ്ത വാർഡുണ്ട്. നമ്മൾ കിടന്നതുകൊണ്ട് നമുക്കറിയാം. ആ വാർഡിൽ കയറി നിരപരാധിയായ ഒത്തിരി ആൾക്കാർ കീമോ ചെയ്ത് വശം കെട്ട് കിടപ്പുണ്ട്. അവർക്കെല്ലാം ഞാൻ പത്രം കൊടുക്കും. ഉപ്പ് ഇവിടുന്ന് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊണ്ടുപോകും. അവർക്കെല്ലാം ഉപ്പ് കൊടുക്കും, കാശുരൂപം കൊടുക്കും, പത്രം കൊടുക്കും. എന്നാലാവും വിധം സഹായം, ആഹാരം മേടിച്ചോന്നും പറഞ്ഞ് 100 രൂപയെങ്കിൽ 100 രൂപ എന്നെ കൊണ്ട് ഒക്കുന്നത് ഞാൻ സഹായിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ച പോകണം, അപ്പോഴും ഞാൻ ചെയ്യും. കാരുണ്യ പ്രവൃത്തി, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, എനിക്ക് നട്ടലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, കമ്പി ഇട്ട് വെച്ചേക്കുക, അത് പറയുന്നില്ല. അതുകൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചോറുപതി കൊണ്ടുപോകാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത 4 പേര് കൂടി ചേർന്ന് പൊതിച്ചോറുണ്ടാക്കി കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിലും TV ആശുപത്രി പുതിയാവിലും പിന്നെ അങ്ങനെ ഞങ്ങൾ ചോറുപതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീടുകളിൽ വരും നിവൃത്തിയില്ലാത്ത അമ്മമാർ, അവർക്കെല്ലാം ഞാൻ പണ്ടും കൊടുക്കുമായിരുന്നു, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഞാൻ ഇന്നിങ്ങനെ ഈ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നത് കൃപാസന അമ്മയുടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുവും കാരണമാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഇനി അങ്ങോട്ടും എന്നെ വഴി നടത്തുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ ഇതൊക്കെ തന്ന ദൈവത്തിനും തിരുകുമാരനും കൃപാസനും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. Praise be to Jesus Christ. My name is Dion Beliat. I am from Goa.
I have made my first covenant on 5th October 2022. Since 2017, I have been trying to secure a government job. For this, I have answered more than 100 exams, competitive exams, but none of them seem to go through. I had met Father multiple times for taking his blessings, I have heard in the testimonies, the people say that sometimes Father encourages people to give their testimonies. But in my case, Father never mentioned anything like that. Once when I met Father the last time, he had said something in Malayalam which I did not understand. So then I asked him what it meant. So he explained me in English that pray like this, grant me the grace to give the testimony of your operation. So from that moment on, I started praying like that. So at first it started as a simple prayer. Then afterwards, within me a devotion started coming that I wanted to secure this job not only for me but also to give the testimony of Mother Mary's operation, to bear a witness to it. I had applied for 3 jobs. One was a low level job, clerical post. One a higher level job, which means I am basically a civil engineer. So the higher level job was based on my degree. And one job in between, a junior engineer job. Before appearing for the exams, what I used to do is I used to use the Holy Covenant oil and anoint my head and hands, and I used to consume the covenant salt, and then pray to grant me the grace to give the testimony of your operation through these jobs. And before answering the exam, I used to hold the Kripasanam Holy Medal in my hand and pray that if I get this job, it will not be by my merit but only by your grace. And Kripasanam Mother has blessed me abundantly. Within the first week of October, I cleared 2 jobs, the lowest as well as the highest job. And the results came back to back within the first week of October in the month of the Holy Rosary. There was this thing that in the clerical job there was the skill test. In the skill test we have to type the speed of typing should be 35 words per minute. So means whenever I answered any skill test, I always had this nervousness. But this time I prayed using the Kripasanam Holy Medal. And although I had a slight bit of nervousness, still I managed to get more than 46 words per minute. And also there was a typing of a letter. The time allotted was 15 minutes and I managed to complete it within 5 minutes. And I passed the skill test. Right now, because I got both the lowest as well as the highest job, I have opted for the highest job. And because of this, I did not even have to appear for the mid-level exam. Then secondly, on April 28th, I had a severe throatache and I had an exam to answer. So usually when I have throatache, it lasts for about 5 to 6 days and it develops into fever and it gets worse. So this time I used the Kripasanam holy oil and anointed my throat with it. And immediately the next day, my throatache just disappeared and I was normal. And because of this, I was able to answer my exam with ease. I had come last week for the Kripasanam Japmala rally, but my train was late by 8 hours. So I had prayed to Kripasanam Mother that I should get a chance to attend this rally. And even though I was late, I managed to attend the rally. And I had a desire in me that I want to be close to Kripasanam Mother during the rally. Although I fell back many times, I managed to come exactly behind Kripasanam Mother till the Earthingal church. And then secondly, I didn't know much of Malayalam, and then I don't know the place very well, the Earthingal area. So I was lost trying to find a way back because I had a return train back to Goa.
So, I was trying to find direction. I was wandering without any directions from anyone. Some people say go this side, some people say go that side. Suddenly, as I was going, one blue color bus came in front of me. I was on the right side of the road, and I had to cross on the left side because the right side was fully blocked. And this blue color bus with Kripasana mother's photo had come in front of me, and the conductor said that bus is going to Kripasanam. So I managed to get in. Because of this, I got back to Kripasanam and managed to catch my train in time back to Goa. Then for the acts of mercy, according to the covenant, I like to give the Kripasanam papers. So every time I get Kripasanam papers from here, the first thing I do the previous day, I anoint each and every paper with the covenant oil, and I pray over each and every paper that whoever gets this paper from me, they should come closer to God through Kripasanam Mother. And this same thing I do while distributing the Kripasanam papers. I say that I believe and I pray, like whoever gets this paper should come closer to God through Kripasanam Mother, and then distribute the papers. Now this I have done multiple times. Now in Goa we have this St. Francis Xavier's exposition. So for that exposition and the feast, I have taken more than 10 bundles of paper from Kripasanam paper from here and distributed it in the exposition. Now at the exposition, people from all around India comes. So I distributed it with the hope that this Kripasanam paper goes throughout India and the word of God spreads throughout the whole country. And then second thing is I have created a dedicated Instagram account in which I post about the Bible verses and Kripasanam testimonies, including Father Joseph's retreat sermons. And I post continuously every day, every morning I post after saying the Kripasanam morning prayer. Acts of mercy means after every Sunday after going to church, I make it a point that I visit either an orphanage or an old age home. If not, I visit any people who are in need and give them food items or their daily necessities, whatever they require. My desire is that I always want to be in the covenant till the end of my life, because Kripasanam, through Kripasanam, my experiences has brought me closer and closer to God. And I want to remain in this state. I want to remain in the covenant till the end of my life. Also, one more thing means before I was in the covenant, I used to be just Sunday church goer. Sometimes I used to even skip the church. But after I came in the covenant, I used to go to church and I used to listen dedicatedly to the sermons and also reflect on the word of God. And now, by God's grace, I started going to Mass daily. Because I started going to Mass daily every morning. And through this, I want to achieve eternal life by having the body of Christ every day. I thank Jesus Christ and Kripasana Mother for all the blessings and graces they have showered in my life.